Hi dears, welcome to HUSDA classes. I am Radhika. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ എന്ന ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വാല്യൂസ് എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്റർ. അപ്പോൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷന്റെ വാല്യൂസ്, എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്, വാല്യൂസ് അറിയുന്നത്, കുറെ മൂല്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജീവിതത്തിൽ. അപ്പൊ ആ എത്തിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെയാണ് ഈ വാല്യൂസ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. So, in the coming slides, we have to discuss it in deeper. Values education, introduction. Education must focus on holistic development. Education എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ഹോളിസ്റ്റിക് ആയിട്ട്, ഹോളിസ്റ്റിക് എന്താ, മുഴുവനുമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, അവിടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഡെവലപ്മെന്റും ഉണ്ടായ ഒരു മനുഷ്യനെയാണ്. ഓക്കെ, സോ ബിയോണ്ട് നോളജ് ആൻഡ് സ്കിൽസ് എഡ്യൂക്കേഷൻ മസ്റ്റ് എനേബിൾ ലേണേഴ്സ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് പീസ്ഫുള്ളി ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ്. അപ്പം ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അറിവുണ്ടാവുക, സ്കില്ല് അക്വയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ ഒരു ലേണറിനെ റിസോൾവ് കോൺഫ്ലിക്ട്സ് അല്ലെ, എന്തെങ്കിലും ജീവിതത്തിൽ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പഠിപ്പിക്കണം. ഓക്കെ, എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമാണത്. അതുപോലെ തന്നെ പീസ്ഫുള്ളി, വളരെ സമാധാനപരമായിട്ട്, ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ്, ശരി ഏത് തെറ്റേത് എന്നത് വേർതിരിക്കാനുള്ള ഒരു കഴിവ് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ് എഡ്യൂക്കേഷന്റെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, ഗാന്ധിജി emphasized character development as the true goal of education. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യമാണ് എന്താണ്, ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെ. അതായത് വെറുതെ കുറെ വിദ്യാഭ്യാസം ഉണ്ടാവുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല എഡ്യൂക്കേഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹോളിസ്റ്റിക് ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. ഓക്കെ, ദാറ്റ് ഈസ് meant by education according to Gandhiji. In the modern era, moral degradation and the crimes even among educated individuals reflect the neglect of value education. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്, ആളുകൾക്ക് മൂല്യച്യുതി സംഭവിക്കുന്നു, അതുപോലെ ക്രൈംസ് ഒക്കെ കൂടി വരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. Therefore, value education must be integrated into the curriculum to foster positive values. അപ്പൊ ആളുകളിൽ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാക്കാനായിട്ട് എഡ്യൂക്കേഷനിൽ വാല്യൂസ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ്, എഡ്യൂക്കേഷനിലൂടെ ഈ വാല്യൂ എഡ്യൂക്കേഷനും കൂടെ നൽകിയാൽ മാത്രമാണ് പുതിയ തലമുറ കൂടുതൽ എന്തായി മാറുള്ളൂ, മൂല്യമുള്ളവരായിട്ട് അല്ലെങ്കിൽ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നവരായിട്ട് മാറും. മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് വാല്യൂസ്. എന്താണ് വാല്യൂസ് പറയുന്നത്? മീനിങ് ഓഫ് വാല്യൂസ്. Values that are what people consider desirable and strive for in thoughts, feelings and actions. അല്ലെ, അതായത് ഒരു വ്യക്തിയിൽ ഡിസൈറബിൾ ആയിട്ട് അല്ലെ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ അവര് ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കുറെ കാര്യം. ഏതൊരു വ്യക്തി ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടെന്ന് ഉദ്ദേശിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. They may be material. Okay, food, well, ഇന്ന ഫുഡൊക്കെ കഴിക്കാൻ പാടൂ എന്നുള്ളതല്ല. ഡിസൈറബിൾ ഫുഡ് സിസ്റ്റം ഈസ് ഓൾസോ ദെയർ. ഓർ എക്സ്ട്രാക്ട്, ട്രൂത്ത്, പീസ്, അതായത് കുറച്ച് എക്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കീപ്പ് ചെയ്യണം. അതായത് ട്രൂത്ത്ഫുൾ ആവണം അല്ലെ, ഹോണസ്റ്റ് ആവണം, പീസ്ഫുൾ ആവണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, വാല്യൂ ബേസ്ഡ് ആണ്. അതൊക്കെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. Values serve as guiding principles, shaping character and influencing behavior. Values എങ്ങനെയാണ്? Serve as guiding principles. Okay, അപ്പൊ പ്രിൻസിപ്പിൾസ്, ഒരു എന്താ പറയാ, തത്വങ്ങൾ ഫോളോ ചെയ്യാൻ ഇതുപോലത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് അങ്ങനെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ, അതായത് ചില തെറ്റുകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. ഷേപ്പിംഗ് ക്യാരക്ടർ അല്ലെ, നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ. പിന്നെ നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ഒരുപാട് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് ഒക്കെ നമ്മുടെ വാല്യൂസ് അനുസരിച്ചിരിക്കും. വാല്യൂസ് അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ വാല്യൂസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആക്ച്വലി.
Okay. They provide a direction and meaning to life, like rails guiding a train. അല്ലെ, അതായത് ഈ വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. റെയിൽ ട്രെയിനിനെ ഗൈഡ് ചെയ്യുന്ന പോലെ നമ്മളെ ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡെഫിനിഷൻസ് ഓഫ് വാല്യൂസ്. എന്താ ഡെഫിനിഷൻ? രാധാകമൽ മുഖർജി പറയുന്നത് കുറെ ഡെഫിനിഷൻസ് ഉണ്ട്, നമുക്കറിയാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ഡെഫിനിഷൻ പഠിക്കുന്നത്. Radhakamal Mukherjee says values are socially approved desires and goals internalized through learning. അതായത് സോഷ്യലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഡിസയേഴ്സ്. ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട കുറെ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉണ്ട്, ദാറ്റ് ഈസ് വാല്യൂസ്. Then Allport is telling that a value is a belief upon which a man acts by preference. Okay. ഇനി ഒരു മനുഷ്യൻ പ്രിഫറൻസിനേക്കാളും, ഓക്കെ, which a man acts by preference. പ്രിഫറൻസ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഓക്കെ, ആക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്ന വാല്യൂസ്, അതായത് ജീവിതത്തിൽ ഞാൻ കാണുന്ന വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അയാൾ പ്രിഫർ ചെയ്യുന്നത് ഇറ്റ്സ് അപ് ടു ദി ഇൻഡിവിജ്വൽ. Then here he is telling that values are individual beliefs people use to organize their life. അതായത് ഈ വാല്യൂസ് വെച്ചിട്ടാണ് ആളുകൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഓക്കെ, അതായത് ഓർഗനൈസ് ചെയ്യുന്നത്. Zelenik and David are telling values guide behavior and assign degrees of goodness to relationships. Okay, അപ്പൊ വാല്യൂസ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഗൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ assign degrees of goodness to relationships. അല്ലെ, അതായത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നന്മ ഉണ്ടാക്കി തരുന്നത് വാല്യൂസ് ആണ്. Then IG Lerner and NG Cube are telling that values are part of the personal philosophy of life. ഒരാളുടെ ഫിലോസഫി ഓഫ് ലൈഫിന്റെ ഒരു ഭാഗമാണ് വാല്യൂസ്, അല്ലെ. അപ്പൊ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വാല്യൂസ്. ഇപ്പൊ ഗാന്ധിജിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു, കാരണം ബിക്കോസ് ഓഫ് ഗാന്ധിജിയുടെ വാല്യൂസ് നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആയി. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും ഓരോ എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂസ്, എവരിതിങ് ഈസ് there. So we should have to obey that. We should have to follow that. അല്ലെ, അപ്പൊ ഓരോ ആളുകളുടെയും വാല്യൂ അവരുടെ ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. TWEP is telling that values are motivations and justifiers for actions and judgments. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസും ജഡ്ജ്മെന്റ്സും, അല്ലെ, നമ്മൾ ചെയ്യുന്ന ആ ഒരു തീരുമാനങ്ങളെയൊക്കെ നീതീകരിക്കുന്നതാണ് വാല്യൂസ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു, ഒരാളുടെ വാല്യൂ ആവില്ല മറ്റൊരാൾക്കുണ്ടാവും. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ. മീനിങ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? Refers to structured educational actions aimed at forming proper attitudes, emotions and behavior. അതായത് സ്ട്രക്ചർഡ് എഡ്യൂക്കേഷണൽ ആക്ഷൻസ്. ഓക്കെ, അതായത് എഡ്യൂക്കേഷണൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരാള് പഠിച്ചു, അല്ലെ, പഠിച്ചു കഴിഞ്ഞിട്ട് അയാൾ ആ പഠിപ്പ് പ്രാവർത്തികമാക്കുന്നത്. aimed at forming proper attitudes, emotions and behavior. അതായത് ഒരാൾ പഠിച്ച ഒരാളാണ്, എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡും ഇമോഷൻസും ബിഹേവിയറും എല്ലാം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കണം, അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അയാളുടെ വാല്യൂസ്, ദാറ്റ് ഈസ് ഹി ഷുഡ് ഓർ ഷീ ഷുഡ് ബിഹേവ് ഇൻ സച്ച് എ മാനർ or by keeping certain set of values. Okay, it transforms personally by touching on knowing, feeling and doing. Okay, അതായത് അറിയുക, ഫീലിംഗ്, അല്ലെ, തോന്നുക, അതുപോലെ തന്നെ പ്രവൃത്തി, ഇതിലെല്ലാം ഈ വാല്യൂസ് കീപ്പ് ചെയ്യാം. helps learners distinguish right from wrong and internalize values. അല്ലെ, അതായത് തെറ്റും ശരിയും ഏതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുക. എഡ്യൂക്കേഷൻ. It's more than character training or religious education. It's about what ought to be. അതിപ്പോ നമ്മൾ വിചാരിക്കും ഓൾഡ് ജനറേഷൻ ആണ്, തന്തവായിട്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിനൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് എത്തിക്സ് ഇല്ലേ, വാല്യൂ ഇല്ലേ എന്നൊക്കെ ഒരാൾ ചോദിക്കുന്ന സമയം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾ അബൌട്ട് റിലീജിയസ്. ഓക്കെ, റിലീജിയൻ നമുക്ക് ഒരുപാട് വാല്യൂസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മൾക്ക് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ റിലീജിയസ് അല്ലെങ്കിൽ മൊറാലിറ്റി, നമ്മള് സദാചാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കഥകളൊന്നും അല്ലാതെ പറഞ്ഞ ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അല്ലാതെ ഇത് കുറെ റിലീജിയസ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സദാചാര ബിലൈസ് ഒന്നും അല്ല വാല്യൂസ്. ഓക്കെ, ഗുഡ് വാല്യൂ എഡ്യൂക്കേഷൻ ഡെവലപ്സ് മോറൽ തിങ്കിങ്, ഇമോഷൻ ആൻഡ് ബിഹേവിയർ. ഒരു ഗുഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്തൊക്കെ ഉണ്ടാവും? മോറൽ തിങ്കിങ് അല്ലെ, അതായത് let's say person will think about morality if he is a person, if he is a person of value, and emotions ഒക്കെ control ചെയ്യാൻ പറ്റും, and behavior also. Definitions of value education. Pauling et al. Is telling a process where people are guided to reflect on their ethics and adopt values beneficial to self and society. അതായത് എത്തിക്സും അത് കുറെ ഒരാള് അയാളുടെ ജീവിതത്തിൽ കുറെ എത്തിക്സ്, അതായത് ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചർ എത്തിക്സ് ഉണ്ടായിരിക്കാം, ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിൽ മെഡിക്കൽ എത്തിക്സ് ഉണ്ടായിരിക്കാം. ഓരോ പ്രൊഫഷനും ഇതുപോലെ തന്നെ ഓരോ എത്തിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ്? ആൻഡ് അഡോപ്റ്റ് വാല്യൂസ് ബെനിഫിഷ്യൽ ടു സെൽഫ് ആൻഡ് സൊസൈറ്റി. തനിക്കും സൊസൈറ്റിക്കും നല്ലത് എന്ന് തോന്നുന്ന കുറെ എത്തിക്സിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. C.V. Gould is telling the total process of developing positive social behavior and abilities. That is total process of developing positive social behavior. പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയറും എബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിറ്ററസി വേഴ്സസ് എഡ്യൂക്കേഷൻ അല്ലെ, വെറുതെ എഴുതാനും വായിക്കാനും അറിയാന്നുള്ളതല്ല എഡ്യൂക്കേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലിറ്ററസി. പക്ഷെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ അല്ലെ, ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ എല്ലാ രീതിയിലും ഒരു ഡെവലപ്മെന്റ് ആണ്. വാല്യൂസ് ഉണ്ടാവണം for an educated man or woman. Explicit value education, structured pedagogies used in schools. എങ്ങനെയാണ് നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക? നല്ലൊരു പെഡഗോജി പറഞ്ഞാൽ എന്താണ്? നല്ലൊരു എന്താണ് പറയാ, കരിക്കുലം കൊണ്ടുവരാം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് റിഗാർഡിംഗ് ദിസ് വാല്യൂസ്. Implicit value education എങ്ങനെയാണ്? occurs informally through environment and interactions. അല്ലെ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ വാല്യൂസ് പഠിക്കുന്നുണ്ട്, സമൂഹത്തിൽ നിന്നുണ്ട്, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഇംപ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷനും എക്സ്പ്ലിസിറ്റ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിലുള്ള അല്ലെങ്കിൽ കരിക്കുലത്തിലുള്ള വാല്യൂ എഡ്യൂക്കേഷൻ സിലബസിലൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫോർമൽ, ഇൻഫോർമൽ എന്ന് പറയണ്ടേ അത്. Aims and objectives of value education. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? Aims of value education. Understand the significance of life. ലൈഫ് എന്താണ്? ലൈഫിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. Not just knowledge but meaningful value based living. അല്ലെ, നോളജ് മാത്രമല്ല, പക്ഷെ മീനിങ് ഫുൾ ആയിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം. Develop broad skills and attitudes. അല്ലെ, ഈ വാല്യൂകൾ മനസ്സിലാക്കിയതിലൂടെ സ്കിൽസ് റെലവന്റ് ടു സ്കൂൾ ആൻഡ് ബിയോണ്ട്, മേക്കിംഗ് ദ വേൾഡ് ബെറ്റർ. ഒരുപാട് സ്കിൽ ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു സർജൻ ആണ്. സപ്പോസ് എ സർജൻ ഈസ് ദെയർ ആൻഡ് ഈസ് എ ഗുഡ് സർജൻ, പക്ഷെ ഒരു വാല്യൂം ഒരു എത്തിക്സും ഫീൽ ചെയ്യാത്ത ഒരു ഡോക്ടർ ആണെങ്കിൽ വി കനോട്ട് സേ ദാറ്റ് ഹി ഈസ് എ ഗുഡ് ഡോക്ടർ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വേൾഡ് ബെറ്റർ ആക്കാനായിട്ട് അല്ലെ ശ്രമിക്കുക വേണം. അതിന് അങ്ങനത്തെ ഒരു വേറെ സ്കില്ല് മാത്രമല്ല, ബിയോണ്ട് സ്കിൽ വി ഷുഡ് ഹാവ് ടു പൊസസ് എ കൈൻഡ് ഓഫ് വാല്യൂ. പ്രിപ്പയർ ഫോർ വർക്ക് ലൈഫ് അല്ലെ, നമ്മൾ വർക്ക് ലൈഫിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു വർക്ക് ലൈഫ് ഉള്ളത്. എൻകറേജസ് ഡിസിപ്ലിൻ, കോഓപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡിസിപ്ലിനും കോഓപ്പറേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഫോസ്റ്റർ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സലൻസ് അല്ലെ, ലൈഫ് ലോങ് ലേണിംഗും എക്സലൻസും ഒക്കെ ഫോസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്യുന്നു, ടീം വർക്ക്, റെസ്പെക്ട്, ഇതൊക്കെ നല്ല വാല്യൂവിന്റെ ലക്ഷണങ്ങളാണ്. അതായത് സെൽഫിഷ്നെസ് ഒക്കെ കുറയ്ക്കും. നല്ല വാല്യൂ ഉണ്ടെങ്കിൽ മറ്റുള്ളവരായിട്ട് സഹകരിക്കാനൊക്കെ തോന്നും. പ്രൊമോട്ട് സോഷ്യൽ കൊഹേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് സോഷ്യൽ റിലേഷൻഷിപ്സ് കൂട്ടുന്നു. Encourages peace,
അങ്ങനെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് കൂട്ടുമ്പോൾ പീസ്, സമാധാനം ഉണ്ടാവുന്നു. ജസ്റ്റിസ് പറഞ്ഞ വെച്ചാൽ എന്താണ്? നീതി. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അക്രോസ് കൾച്ചേഴ്സ്. അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റു കൾച്ചർ മനസ്സിലാക്കാൻ, എല്ലാം അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നു. ഹാൻഡിൽ കോൺഫ്ലിക്റ്റിംഗ് വാല്യൂസ്. അതുപോലെ തന്നെ വാല്യൂസ് നമുക്ക് കോൺഫ്ലിക്ട്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. എനേബിൾ റേഷണൽ, ഇൻഡിപെൻഡന്റ്, മോറൽ ഡിസിഷൻ മേക്കിംഗ്. അല്ലെ, ഇങ്ങനെ കുറെ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ കൂടും. അതുപോലെ തന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും. വി വിൽ ബി ഇൻഡിപെൻഡന്റ്. ഓക്കെ, എവറിത്തിങ് വിൽ ബി there if we are possessing a certain amount of value. Nature and characteristics of values. Okay, nature of values. എന്തൊക്കെയാണ് വാല്യൂസിന്റെ നേച്ചർ? പാർട്ട് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. അതായത് ഒരു നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ലേൺഡ് ത്രൂ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്നും എഡ്യൂക്കേഷനിലൂടെയും റിലീജിയനിലൂടെയൊക്കെയാണ് നമ്മൾ വാല്യൂസ് അക്വയർ ചെയ്യുന്നത്. ഷെയർഡ് സൊസൈറ്റൽ ബിലീഫ്സ് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്. അതായത് ശരി എന്ത്, തെറ്റ് എന്ത് എന്നുള്ളതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നു ത്രൂ വാല്യൂ എഡ്യൂക്കേഷൻ. ചേഞ്ചിങ് ടു സൊസൈറ്റി ബട്ട് ഫോർ വാല്യൂസ് മേക്ക് എൻഡ്യൂർ. അതായത് കൈൻഡ്നെസ്, അതായത് നമ്മുടെ സൊസൈറ്റി കൈൻഡ്നെസ് പോലെയുള്ള ഓരോ വാല്യൂ ഒക്കെ ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ വരുന്ന റിലീജിയൻ നിന്നൊക്കെ കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, നിയർ ഫോർമൽ എഡ്യൂക്കേഷൻ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. നമുക്കറിയാം, നമുക്ക് ഈ വാല്യൂസ് ഒക്കെ എവിടുന്നാ കിട്ടിയത്? നമ്മുടെ പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു മൂല്യങ്ങളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ്. എന്തൊക്കെയാണ് വാല്യൂസിന്റെ പ്രത്യേകതകൾ? ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് മോട്ടിവേറ്റ് ആക്ഷൻ. അതായത് നമ്മൾ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇമോഷണൽ അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ രണ്ടും തമ്മിൽ വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നത്. സോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാല്യൂ. നമുക്ക് നല്ല വാല്യൂ ഉണ്ടെങ്കിൽ വി ക്യാൻ കൺട്രോൾ അവർ ഇമോഷൻസ്. ഇമോഷൻ കൺട്രോൾ ചെയ്യുക ഇൻ ദ സെൻസ് നല്ല രീതിയിൽ ഇമോഷനെ മാറ്റിയെടുക്കുക. സെൻട്രൽ ടു ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുടെ സെൻട്രൽ ഭാഗം അല്ലെങ്കിൽ എന്താ പറയാ കേന്ദ്രഭാഗം ഒരു വാല്യൂസിനനുസരിച്ചിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി. നമ്മൾ ഗാന്ധിജിനെ പറ്റി പറയുന്നില്ലേ, ഹി ഈസ് എ വെരി ഗുഡ് പേഴ്സൺ, ഹി ഈസ് ഓണസ്റ്റ് ബിക്കോസ് ഹിസ് പേഴ്സണാലിറ്റി ഓർ ഹിസ് വാല്യൂ ഈസ് വെരി മച്ച് കീപ്പിംഗ് അപ്പോൺ ദ വാല്യൂ ഓഫ് ട്രൂത്ത്. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ കേന്ദ്രമാണ് എന്ത് നമ്മുടെ വാല്യൂസ്. ഗിവ് ലൈഫ് ഡയറക്ഷൻ, ജോയ് ആൻഡ് പീസ്. നമ്മൾ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഡിറക്ഷൻസും ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങളും സന്തോഷവും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എപ്പോഴും ടെൻഷനും പേടിയും ഒക്കെ ആയിരിക്കും. റെഗുലേറ്റ് എവറിഡേ ബിഹേവിയർ. നമ്മുടെ എല്ലാ ദിവസത്തെ ജീവിതത്തിനെയും അല്ലെങ്കിൽ എല്ലാ ദിവസത്തെ ബിഹേവിയറിനെയും അത് റെഗുലേറ്റ് ചെയ്യും. അതായത് ചില സമയത്ത് വാല്യൂ ഉണ്ട്, ചില സമയത്ത് വാല്യൂ ഉണ്ട് എന്നുള്ളത് ഇല്ല എന്നുള്ളതല്ല. It regulates our behavior everyday. That's everyday behavior. Equal judgment, what is right or desirable. അത് എങ്ങനെയാണ് ജഡ്ജ്മെന്റ്? അതായത് നമുക്ക് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. അപ്പൊ അത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും സൊസൈറ്റൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. കൾച്ചറലി ആൻഡ് ഇൻഡിവിജ്വലി ഡൈവേഴ്സ്. അല്ലെ, അതായത് ഓരോ ആളുകളുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറിനും ഇൻഡിവിജ്വലിനും ഒക്കെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, വെസ്റ്റേൺ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഈസ്റ്റേൺ കൾച്ചർ. ഇപ്പൊ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പോ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം ഈസ് തരിക. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പക്ഷെ ഈസ്റ്റേൺ കൾച്ചർ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരു മോശമായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ്സ് എ ബാഡ് വാല്യൂ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ. ചിലപ്പോ നമുക്ക് ചില ഇൻഡിവിജ്വൽസ് അത് ഓക്കെ ആണ്, ഓക്കെ അതിനൊക്കെ എന്താ പ്രശ്നം? ഓക്കെ,
നമ്മള് വേറെ പലതും കാണിക്കുന്നില്ലേ പബ്ലിക് ആയിട്ട്. ഇപ്പൊ നമ്മുടെ ചുംബന സമരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിലെന്താണ്, പബ്ലിക് ആയിട്ട് ആളുകൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റും, പക്ഷെ പബ്ലിക് ആയിട്ട് നമുക്ക് കിസ് ചെയ്യാൻ പറ്റില്ല. സ്നേഹിക്കാനാണ് പ്രശ്നം, ദേഷ്യപ്പെടാം, പബ്ലിക് ആയിട്ട് അടിയുണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ വാല്യൂകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവും, ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സൊസൈറ്റൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Learn from birth, change with the experiences. നമ്മളിത് ജനനം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഈ വാല്യൂസ്. പിന്നെ എക്സ്പീരിയൻസുകൾ കൊണ്ട് അത് ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ചില വാല്യൂസ് ഒക്കെ നമുക്ക് പണ്ടൊക്കെ ചിലപ്പോ ചെറുപ്പകാലത്തൊക്കെ മിക്കവാറും എല്ലാവരും ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും, എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും അല്ലെ, എല്ലാവരും നല്ലതാണെന്നൊക്കെ തോന്നും. പക്ഷെ വളരും തോറും നമുക്ക് മനസ്സിലാവും, that is the world is not at all made for me എന്നുള്ളത് മനസ്സിലാവും. If I am like this, I won't be fit in this world. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവവും വാല്യൂസ് ഒക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. റിലേറ്റീവ്ലി പെർമനന്റ് ബട്ട് ഇവോൾവ് ഓവർ ടൈം. പെർമനന്റ് വാല്യൂസ് ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ട് വരും. ഇവല്യൂഷൻ, നമ്മുടെ വാല്യൂസിന് ഇവല്യൂഷൻ, മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്? ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം ഒരു പേഴ്സണാലിറ്റിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ഹോളിസ്റ്റിക് കുറച്ച് മുഴുവനായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷനിൽ മീൻ ചെയ്യുന്നത്. ഫിസിക്കൽ ടു സ്പിരിച്വൽ. ഓക്കെ, ഫോസ്റ്റർ പാട്രിയോട്ടിസം ആൻഡ് സിറ്റിസൺഷിപ്പ്. പാട്രിയോട്ടിസം ഉണ്ടാക്കുന്നു അല്ലെ, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നല്ലതാണ് വലുതാണ് എന്നൊക്കെ പറയുന്നതിലൂടെ ഹൗ ടു ഫോസ്റ്റർ, എൻകറേജ് പാട്രിയോട്ടിസം. അതുപോലെ തന്നെ ഗുഡ് സിറ്റിസൺഷിപ്പ്, നല്ലൊരു പൗരനായി ജീവിക്കാൻ കഴിയും. എൻകറേജ് ബ്രദർഹുഡ് ഗ്ലോബലി. അതായത് പാട്രിയോട്ടിസം വേറെ പല രീതിയിലുണ്ട്. പാട്രിയോട്ടിസം എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ രാജ്യങ്ങളെ ഇഷ്ടമല്ലാതെ, പക്ഷെ നല്ല വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല വാല്യൂ പാട്രിയോട്ടിസം ആണെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബ്രദർഹുഡ്, അതായത് നമ്മുടെ ബ്രദേഴ്സ് ആണെന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകും. ബിൽഡ് അക്കൗണ്ടബിലിറ്റി, പൊളൈറ്റ്നെസ് ആൻഡ് കോർപ്പറേഷൻ. ഓക്കെ, നമ്മൾക്ക് വിശ്വസ്തതയും അതുപോലെ പൊളൈറ്റ്നെസ്സും കോർപ്പറേഷനും എല്ലാം ഈ വാല്യൂ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാകുന്നതായിരിക്കും. ഓർത്തഡോക്സ് പ്രാക്ടീസസ് വിത്ത് ക്യൂരിയോസിറ്റി. അതായത് പണ്ടത്തെ ബ്ലൈൻഡ് ബിലീഫ് ഒക്കെ നമ്മൾ ഇതുപോലെ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. മേക്ക് മോറൽ ഡിസിഷൻസ് യൂസിങ് എത്തിക്കൽ റീസണിങ്. അതുപോലെ തന്നെ മോറൽ ഡിസിഷൻസ് ഒക്കെ ഇപ്പൊ ചിലപ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ മനസ്സിലാകാം. അതുപോലെ തന്നെ എത്തിക്കൽ റീസണിങ്ങിലൂടെ നമ്മൾ മോറൽ ഡിസിഷൻസ് എടുക്കും. ഡെവലപ്പ് ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. അല്ലെ, എല്ലാറ്റിനോടും ഒരു ഡെമോക്രാറ്റിക് ആയിട്ട്, അതായത് ഒന്നിനോട് ഒരു വെറുപ്പില്ലാതെ എല്ലാതും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കാണാനായിട്ട് പറ്റും. എൻകറേജ് റെസ്പെക്ട് ഫോർ ഓൾ കൾച്ചേഴ്സ് ആൻഡ് റിലിജിയൻസ്. അപ്പൊ ഇങ്ങനെ വാല്യൂസ് ഉള്ള ഒരാൾക്ക് എന്താണ് എല്ലാ കൾച്ചറിനോടും റിലീജിയനോടും ഒക്കെ റെസ്പെക്ട് ആണ്. അല്ലാതെ നമ്മുടെ കൾച്ചറാണ് നല്ലത്, മറ്റുള്ളവരുടെ നന്നല്ല എന്ന് പറയുന്നത് ഒരു തരം ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ വാല്യൂസ്. ഓക്കെ, പ്രൊമോട്ട് ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നമ്മുടെ സത്യസന്ധതയും ഇന്റഗ്രിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യും. അതായത് ഒരാൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഷോ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി വെൽഫെയർ. അങ്ങനെ നമ്മൾ നന്നായി കഴിഞ്ഞാൽ, വ്യക്തി നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും. ഓക്കെ, സോ ഇറ്റ് ഡെവലപ്സ് ദ സൊസൈറ്റി ഓൾസോ. എൻകറേജ് നേഷണൽ സർവീസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. അങ്ങനെ നമ്മൾക്ക് എന്താണ് നേഷണൽ സർവീസ്, അല്ലെ, രാഷ്ട്രത്തെ സേവിക്കാനും രാഷ്ട്രത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാനും ഒക്കെ പറ്റും. ടൈപ്സ് ഓഫ് വാല്യൂസ്. ക്ലാസിഫൈങ് വാല്യൂസ് ഈസ് ചലഞ്ചിങ് ആസ് വാല്യൂസ് ആർ ഇന്റർ റിലേറ്റഡ്. അപ്പോ ഈ വാല്യൂസിനെ നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഓരോ വാല്യൂകളും ഇന്റർ റിലേറ്റഡ് ആണ്. ഇത് ഈ വാല്യൂ അത് ആ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പരസ്പരം ലിങ്ക്ഡ് ആണ് എന്നാണ്. എന്തായാലും കുറച്ച് മേജർ വാല്യൂസ് ഉണ്ട്, അതിന്റെ നമ്പർ ചെയ്തിട്ട് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ വാല്യൂസ്, ഡിസൈർഡ് ആൻഡ് ചെറിഷ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ.
അതായത് സൊസൈറ്റി ഒരുപോലെ എത്ര സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽ ചെറിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നല്ലതാണ് എന്ന് കണക്കാക്കുന്ന ചില വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് ഇസ് പേഴ്സണൽ വാല്യൂ. സെൽഫ് ഡിറ്റർമൈൻഡ് ആൻഡ് ബേസ്ഡ് ഓൺ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്. ഒരു ദൃഢനിശ്ചയമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്, എന്റെ സ്റ്റാൻഡേർഡ് ഇതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ രീതിയിലുള്ള പേഴ്സണൽ വാല്യൂസ് അവർക്ക് ഫോളോ ചെയ്യണം. എക്സാമ്പിൾ എന്തൊക്കെയാണ് ഈ പേഴ്സണൽ വാല്യൂസിന്റെ എക്സാമ്പിൾസ്? ആംബിഷൻ, കറേജ്, പെർസിസ്റ്റൻസ്, ഓണസ്റ്റി, പങ്ക്ച്വാലിറ്റി. ചില ആളുകളൊക്കെ പറയില്ല ഈസ് വെരി പങ്ക്ച്വൽ. ദാറ്റ്സ് ദ വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. സെൽഫ് കോൺഫിഡൻസ്, അസർട്ടീവ്നെസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ. അല്ലെ, ചില ആളുകൾ കറേജ് ആയിരിക്കും, എല്ലാവർക്കും ഉള്ളിലും പേടിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് തോന്നും ശക്തി ഇത്ര കാര്യമുണ്ട്. പക്ഷെ ഇറ്റ് ഈസ് they are actually wanted to become courageous. That's why they are courageous. Okay. നമ്മള് ഞാനൊക്കെ അങ്ങനെയാണ്. അതായത് നമുക്ക് പേടിണ്ടാവുന്ന എന്ത് സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ സ്ഥലത്ത് നിൽക്കുക, അല്ലെങ്കിൽ രാത്രി ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും പുറത്ത് പറയാതെ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാതെ നമ്മൾ കറേജിയസ് ആയിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ നമ്മുടെ സൊസൈറ്റിയില് കാണുന്നതാണ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി സീനിയർ അല്ലെ. അവർക്ക് അവര് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളാണ് അല്ലെ. ഗേൾസിന് ഫ്രീഡം ഇല്ല, കാരണം മറ്റുള്ളവരാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ഒക്കെ പുറത്തിറങ്ങുമ്പോൾ പുരുഷൻ വേണം. പുറത്ത് ഇൻ ദ സെൻസ് അങ്ങാടി കൂടെ നടക്കാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീടിന്റെ പുറത്തല്ലേ. ഓക്കെ, ഇറങ്ങാ പ്രേതം ഉണ്ടാവോ, കള്ളന്മാരുണ്ടാവോ, എപ്പോഴും പേടി ഉണ്ടാവോ. പക്ഷെ നമുക്ക് കറേജിയസ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള പേടികളൊന്നും വല്ലാതെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ വാല്യൂസ് നമുക്ക് എക്വയർ ചെയ്യാം. ഡിഗ്നിറ്റി ഓഫ് ലേബർ, ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ അറിയാം. ഇപ്പൊ ഡോക്ടറും എഞ്ചിനീയറും ടീച്ചറും മാത്രമല്ല നല്ല ജോലികളും ഏതെങ്കിലും സ്കിൽഡ് ലേബറേഴ്സ് അല്ലെ. ഇപ്പൊ കൂലിപ്പണി സ്കിൽഡ് ആയിട്ടുള്ള ലേബർ എന്ന് പറഞ്ഞത് അത് വളരെയധികം പൈസ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ വളരെയധികം എന്താ പറയാ വാല്യൂ ഉള്ളതാണ്. അവരില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. അപ്പൊ അതൊക്കെ ഒരു വാല്യൂ ആണ്. എല്ലാവരെയും നല്ല രീതിയിൽ കാണാം, ഒരേപോലെ കാണാം. Then social values. ഏതൊക്കെയാണ് സോഷ്യൽ വാല്യൂസ്? Oriented towards others and shared by cultures or communities. Okay. മറ്റുള്ളവരെ ലക്ഷ്യം വെച്ചിട്ടാണ് കുറെ കൾച്ചറും കമ്മ്യൂണിറ്റിയും ഒക്കെ ഷെയർ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ ഉണ്ടാകുന്ന വാല്യൂ ഉണ്ടാവുമല്ലോ. ഗൈഡ് റിലേഷൻഷിപ്സ് വിത്തിൻ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഉള്ളിലുള്ള എന്താ പറയാ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ അത് നിലനിർത്താനായിട്ട് ഈ സോഷ്യൽ വാല്യൂസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് അതിന് എക്സാമ്പിൾ? സോഷ്യൽ വാല്യൂസിന് courtesy, forgiveness, അല്ലെ, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യണം, forgiveness അല്ലെ, ക്ഷമ കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഹോസ്പിറ്റാലിറ്റി, ചാരിറ്റി, റെസ്പോൺസിബിലിറ്റി, ടോളറൻസ് എക്സെട്ര. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സൊസൈറ്റി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. We have to share these values with our fellow beings in the society. Okay. Then moral values. Concerned with the distribution right from God. The moral value, ശരി ഏത് തെറ്റ് ഏത് അറിയണമെന്നില്ല. ഓക്കെ, ത്രൂ എഡ്യൂക്കേഷൻ അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇസെൻഷ്യൽ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. ഓരോരുത്തർക്കും ഓരോ എത്തിക്കൽ ബിഹേവിയർ ഉണ്ടാവും. അപ്പൊ കൈക്കൂലിയുടെ കേസൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അവരൊക്കെ കൈക്കൂലി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് സീസ് നോട്ട് അറ്റ് മോറലി വാല്യബിൾ പേഴ്സൺ. And fairness, justice, human dignity, അതൊക്കെയാണ് moral values examples. Religious values ഉണ്ട്. Based on faith and spiritual facts outlined by religious traditions. എല്ലാ റിലിജനും ഏകദേശം ഒരേ രീതിയിലുള്ള വാല്യൂസ് ആണ് പഠിപ്പിക്കുന്നത്. Emphasize purity, meditation, self-discipline and noble living. നല്ല രീതിയിൽ ജീവിക്കുക. ഈ വാല്യൂസ് ഒക്കെയാണ് religious values. Then economic values are also there. സാമ്പത്തികമായിട്ടുള്ള കുറെ വാല്യൂസ് ഉണ്ട്. റിലേറ്റഡ് ടു മെറ്റീരിയൽ ഗുഡ്സ് ആൻഡ് ദെയർ എക്സ്ചേഞ്ച് വാല്യൂ. Obvious of economic values can be very moderation is high. That means അതായത് നമ്മൾ പൈസ ഓക്കെ അത് ചെലവാക്കുന്ന രീതി, അത് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ എന്താ പറയാ ദെയർ എക്സ്ചേഞ്ച് വാല്യൂ. അതുപോലെ obvious of economic values can be very
ചില കാര്യങ്ങൾ പൈസ ചെലവാക്കുക അല്ലെങ്കിൽ the way in which we are living is also matters. Political values are also there based on beliefs about governance and civic responsibility. നമുക്ക് ഈ രാജ്യത്ത് എല്ലാവരും അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാണ്, പക്ഷെ ആരും കടമകളെ പറ്റി ബോധവാന്മാരാണ്. അപ്പൊ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഓരോ പൗരനും ഓരോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ വാല്യൂസ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഡെമോക്രസി, സോഷ്യലിസം, സിവിക് റെസ്പോൺസിബിലിറ്റി. അല്ലെ? അതായത് നമ്മൾ ഡെമോക്രാറ്റിക് ആവണം, സോഷ്യലിസം എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ കാണണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പൗരൻ എന്നുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ കീപ്പ് ചെയ്യണം. Cultural values are also there. Define what is acceptable or unacceptable in a culture. ചില കൾച്ചറിൽ ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, ചിലത് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മൾ ബോധവാന്മാരാണ്. if we are living in that culture. Preserve traditions and ceremonies. അല്ലെ? ഇപ്പൊ സെറിമണീസും അതുപോലെ തന്നെ ട്രഡീഷനോടും കൾച്ചറിനുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ഇപ്പൊ അത് കുറെ ആൾക്കാർ ചലഞ്ച് ചെയ്യുന്നുണ്ട്. വാല്യൂസ് അത് വാല്യൂ അല്ല എന്ന് പറയുന്നത്. താലികെട്ട് എന്ന് പറയുന്നത് ഒരു ആചാരമാണ് മാരേജിന്. അത് കെട്ടാതെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ചില കൾച്ചറൽ വാല്യൂസ് അവര് റീച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറെ കൾച്ചറൽ വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്ന വേണം. ഏതൊക്കെയാണ്? സോഷ്യൽ ഓർഡർ, ഹോസ്പിറ്റാലിറ്റി. ചിലപ്പോൾ അതൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ കൾച്ചർ റിലേറ്റഡ് കുറച്ച് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. ടോളറൻസ്, അല്ലെ? മറ്റുള്ളവരെ സഹിക്കുക ഇൻ ദ സെൻസ് മറ്റുള്ളവരുടെ എന്ത് പറഞ്ഞാലും നമ്മൾ അജിറ്റേറ്റഡ് ആവാതിരിക്കുക. ദാറ്റ് ഈസ് ടോളറൻസ്. Then spiritual values. Focus on non-material aspects of life and self-realization. അതായത് ഒരു സം പോയിന്റ് നമുക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്നും കുറച്ചകലും. നമ്മൾ മനസ്സിലാക്കാം നമ്മൾ എന്താണ്. പ്രൊമോട്ട് ഇന്നർ പീസ് ആൻഡ് ഡിവൈൻ കണക്ഷൻ. അല്ലെ? അപ്പൊ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. അല്ലെ? ആൻഡ് വി ആർ വൺ വിത്ത് ദ ഗോഡ്. കുറച്ച് ഭക്തിയൊക്കെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സെൽഫ് കൺട്രോൾഡ് ആവും. നമ്മളെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ്, സെൽഫ് ഡിസിപ്ലിൻ, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, ഇതൊക്കെ സ്പിരിച്വൽ വാല്യൂസ് ആണ്. ഇന്റലക്ച്വൽ വാല്യൂസ് ഏതൊക്കെയാണ്? കൺസേൺ വിത്ത് സീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത്. അതായത് ട്രൂത്തിനെ മനസ്സിലാക്കുക, അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. ഇതാണ് ഇന്റലക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മള് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്രിറ്റിക്സ് ഒക്കെ തത്വമസി സ്വയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഒരുപാട് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ നടക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സെൽഫ് റിയലൈസേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. ട്രൂത്ത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ച് ഇന്റലക്ച്വൽ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഇന്റലക്ച്വൽ വാല്യൂസ്. Promote deep reflection and higher thinking. അപ്പൊ ഡീപ്പ് റിഫ്ലെക്ഷൻ ആൻഡ് ഹയർ തിങ്കിങ്, ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുക. അല്ലെ? അങ്ങനെയാണ് ഇന്റലക്ച്വൽ വാല്യൂസ് ഉണ്ടാകുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ രാജ്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇന്റലക്ച്വൽ വാല്യൂ. പാരഡോക്സിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് ഇസ് ലൈറ്റ് ഇൻ ഡാർക്ക്നെസ്. ഓക്കെ, എല്ലാ ഡാർക്ക്നെസ്സിലും ലൈറ്റ് ഉണ്ട്. പക്ഷെ എന്തോ നിഴല് കാരണമാണ് നമുക്ക് ഡാർക്ക്നെസ്. അതായത് നമ്മൾ ചില ആളുകൾ പറയില്ല, യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖം വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ വാല്യൂ. എത്തിക്കൽ വാല്യൂ, എത്തിക്സ് ഉണ്ട്. ദാറ്റ് ഇസ് സ്പെസിഫിക് മോറൽ പ്രിൻസിപ്പിൾസ് ഫോർ കണ്ടക്ട് ഇൻ പ്രൊഫഷൻ ആൻഡ് കണ്ടക്ട്. നമ്മൾ സമൂഹത്തിൽ നമ്മുടെ പ്രൊഫഷനിലൊക്കെ ചെയ്യുന്ന കുറെ എത്തിക്സുകളുണ്ട്, ഇടപെടുന്ന രീതി. അതിന് കുറെ എത്തിക്സ്, അല്ലെങ്കിൽ കുറെ എത്തിക്സ് ഇൻ ദ സെൻസ് കുറെ മൂല്യങ്ങൾ, കുറെ അടുപ്പ് ചിട്ടകൾ. ഇൻവോൾവ് മോറൽ കറേജ് ആൻഡ് ഇന്റഗ്രിറ്റി. അത് നമ്മുടെ മൊറാലിറ്റിയും ഇന്റഗ്രിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കും. Aesthetic values are also there, related to the appreciation of beauty and artistic expression. അതുപോലെ തന്നെ അപ്രീസിയേഷൻ ഓഫ് ബ്യൂട്ടിയെ അപ്രീസിയേഷൻ ചെയ്യുക. അതായത് ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നല്ല ചിത്രം വരച്ചു, അത് അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലെ? ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ,
ചിത്രമോ അല്ലെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ടോ ഒക്കെ നല്ലതാണ് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാം, നല്ലതാണ്. ഓക്കെ, എന്തെങ്കിലും കുറ്റം പറയാതിരിക്കാം. ആർട്ട്, മ്യൂസിക്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ അല്ലെ, നല്ലൊരു മൂവി കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും കുറ്റം പറയാതെ എന്തുകൊണ്ട് നല്ലത്, എന്തുകൊണ്ട് ചീത്ത, ചീത്ത എന്ന് പറയുന്നതിനെ കൊണ്ട് പ്രോബ്ലം അല്ല, വൈ ഇറ്റ് ഈസ് ബാഡ് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു. ട്രാൻസ് കൾച്ചറൽ വാല്യൂസ് അല്ലെ, നമ്മുടെ കൾച്ചറും വേറൊരു കൾച്ചറും തമ്മിൽ മിങ്കിൾ ചെയ്ത് ഒരു ട്രാൻസ് കൾച്ചർ ഈസ് ഇവോൾവിംഗ്. അങ്ങനെയും നമുക്ക് കുറെ വാല്യൂസ് കീപ്പ് ചെയ്യാനേ. കോമൺ അക്രോസ് ഡിഫറെന്റ് കൾച്ചേഴ്സ്, എക്സാമ്പിൾ മദേഴ്സ് ലവ് അല്ലെ, അത് അമ്മ എന്താണ് യൂറോപ്പിലും ഇവിടെയും ഒക്കെ ഒരേപോലെയാണ് മക്കളെ സ്നേഹിക്കുന്നത്. കമ്പാഷൻ, ജോയ്, സോറോ, ഇതെല്ലാം കൾച്ചറിലും വരുന്ന കുറെ വാല്യൂസ് ആണ്. അപ്പൊ ക്രോസ് കൾച്ചറൽ ഒക്കെ ട്രാൻസ് കൾച്ചറൽ വാല്യൂസ് ആണ്. യൂണിവേഴ്സൽ വാല്യൂസ് ഉണ്ട്, ഏതൊക്കെയാണ്? അപ്ലൈ ടു ഓൾ ഹ്യൂമനിറ്റി ആൻഡ് ദി യൂണിവേഴ്സ്. ബ്രദർഹുഡ്, ഓക്കെ, ലവ്, സർവീസ്, ട്രൂത്ത്, സിമ്പതി, ദിസ് ഈസ് യൂണിവേഴ്സൽ വാല്യൂസ്. ഇൻട്രിൻസിക് വാല്യൂസ് ഏതൊക്കെയാണ്? വാല്യൂസ് ദാറ്റ് ആർ എൻഡ് ഇൻ ദംസെൽവ്സ്, ദാറ്റ് ഈസ് ഹാപ്പിനെസ്, ബ്ലിസ്, ഗുഡ്നെസ്, ബ്യൂട്ടി. അതായത് ഹാപ്പിനെസ് ഒക്കെ, നമുക്ക് ഹാപ്പിനെസ് തോന്നിയാൽ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ മറക്കും. അല്ലെങ്കിൽ കുറച്ചു നേരം ഹാപ്പിനെസ് ഉണ്ടാവും, എപ്പോഴും ഹാപ്പിനെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. Then instrumental values are also there, means to achieve other ends, that is practicing yoga for health benefits. Okay, diet routine. Then democratic values are also there, uphold equality, justice and democratic principles. അപ്പൊ ഇതൊക്കെ അപ്ഹോൾഡ് ചെയ്യാനായിട്ട്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഉയർത്തിപ്പിടിക്കാനായിട്ട് ചില values, that is democratic values. Promote respect for all individuals and institutions. അപ്പൊ ഈ വാല്യൂസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും അല്ലെങ്കിൽ എല്ലാ മതവിശ്വാസങ്ങളെയും, അല്ലെങ്കിൽ സ്കൂളാവട്ടെ കോളേജ് ആവട്ടെ, അപ്പൊ നമ്മുടെ കോളേജ് നമ്മുടെ സ്കൂൾ അങ്ങനെയല്ല, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആ രീതിയിലുള്ള ചിന്തകൾ. നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. ഈ വാല്യൂ എഡ്യൂക്കേഷന്റെ ആവശ്യം എന്താണ്? വാല്യൂ ഡിവേർഷൻ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് ക്രൈമോ, ഗ്രീഡി, ടോളറൻസ്, എവറിത്തിങ് ഈസ് ദെയർ. സോ അതുകൊണ്ട് ഓണസ്റ്റി ആരും കാക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ഓണസ്റ്റ് അല്ല, കുറെ പരാതികളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ് കീപ്പ് ചെയ്യാനായിട്ട്, തിരികെ കൊണ്ടുവരാനായിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് നീഡഡ്. മെറ്റീരിയൽ പെർസ്യൂട്ട്സ് ഓവർഷാഡോ എത്തിക്കൽ ബിഹേവിയർ. അതുപോലെ തന്നെ മെറ്റീരിയൽ പെർസ്യൂട്ട്സ് അല്ലെ, നമുക്ക് ചിലപ്പോ ചില എന്താ പറയാ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എത്തിക്സ് മറക്കുന്നു, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുക്കണം, ആളുകൾക്ക് എസ്പെഷ്യലി പ്രൊഫഷണൽസിന് കൊടുക്കണം. മിസ്പ്ലേസ്ഡ് എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസ്. ഓക്കെ, അതായത് ഫോക്കസ്ഡ് നോളജ് ആൻഡ് ജോബ് സ്കിൽസ് ഓവർ ക്യാരക്ടർ ബിൽഡിംഗ്. നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിലും അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവുന്ന തരത്തിലൊക്കെ നമ്മുടെ നല്ല സ്വഭാവ രൂപീകരണം മറന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ ലീഡ്സ് ടു എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ്. അല്ലെ, ക്യാരക്ടർ ഇല്ലാത്ത ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ്സ് ടു എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ്. അത് ആരെയാണ് ഉണ്ടാക്കുന്നത്? എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസിനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ക്യാരക്ടർ ഇല്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ക്രിമിനൽസിനെ അല്ലെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെയാണ് രാജ്യത്ത് സംഭാവന കൊടുക്കുന്നത്. സ്പ്രെഡ് ഓഫ് ഡീഗ്രേഡഡ് കൾച്ചർ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് നമ്മുടെ കൾച്ചറൊക്കെ ഇല്ലാതെയായി അല്ലെ, ഡിക്ലൈൻ ഓഫ് അൾട്രൂയിസം, ഐഡിയലിസം, സെൽഫ്ലെസ്നെസ് അല്ലെ, നമ്മളൊക്കെ സ്വാർത്ഥന്മാരാവും, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കഴിയില്ല അല്ലെ, നമുക്ക് ഒന്നിലും ഒരു വിശ്വാസമില്ലായ്മ, മൈൻഡ് ടു റൈറ്റ് മെന്റാലിറ്റി ഡോമിനൻസ്. തന്നെയായിരിക്കും ശരി എന്ന് വിചാരിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യും. ഓക്കെ, അതാണ് ഡീഗ്രേഡഡ് കൾച്ചർ. ലാക്ക് ഓഫ് സോഷ്യൽ കൺസേൺ. അത് സൊസൈറ്റീനെ മൈൻഡ് ചെയ്യുന്നില്ല, അത് നമ്മുടെ വാല്യൂ ഇറോഷന് ഒരു കാരണമാകുന്നുണ്ട്. ഇൻഡിഫറൻസ് ടു എൻവയറമെന്റൽ ആൻഡ് ഹ്യൂമൻ സഫറിംഗ്. എന്താ നമ്മൾ വിചാരിക്കുന്നു, എന്താ പറയാ, മുണ്ടക്കായത്തൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, അവരല്ലേ? ഓക്കെ, so it's not at all a good human value. Self-centered materialism prevails. Okay, അതുപോലെ തന്നെ എപ്പോഴും ആളുകൾ സ്വാർത്ഥന്മാരാണ്. അപ്പൊ അതൊക്കെ വാല്യൂ ഇല്ലാതെ ആവാനായിട്ട് കാരണമാകുന്നു. സോ വാല്യൂ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്
റീലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നേഷണൽ ഡിസ്യൂണിറ്റി അല്ലെ, അതായത് നമ്മളുടെ രാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലെ പല ആളുകൾക്കും ഇല്ലാതായി മാറുന്നുണ്ട്. സോ വി ഷുഡ് ഹാവ് ടു integrate this kind of unity among people. Casteism, communalism, regionalism, അല്ലെ, അതായത് കാസ്റ്റിസം പറഞ്ഞ പല റിലീജിയൻ ആയിട്ട് മാറുന്ന ആളുകൾ, അതായത് നമ്മൾ ഇന്ത്യൻ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഹിന്ദു ആണ്, മുസ്ലിം ആണ്, ആ രീതിയിൽ ആളുകൾ വേർതിരിക്കും. കമ്മ്യൂണലിസം. പിന്നെ അതുപോലെ തന്നെ റീജിയണലിസം, നമ്മൾ തമിഴന്മാരാണ്, നമ്മൾ ബംഗാളികളാണ്, നമ്മൾ മലയാളികളാണ്, അതായത് നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ചിന്തകളൊന്നും ഒരിക്കലും നാഷണൽ യൂണിറ്റിക്ക് ഉതകുന്നതല്ല. So we should have to implement things or values which is very relevant for national unity. സോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ, എന്തിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്, ദീസ് ചലഞ്ചസ് ഡിമാൻഡ് എ ഷിഫ്റ്റ് ഇൻ ലൈഫ് ഔട്ട്ലുക്ക് ത്രൂ systematic value education starting from early childhood. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡിൽ സിസ്റ്റമാറ്റിക് വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാല്യൂ ഇറോഷൻ മറികടക്കാൻ പറ്റും അല്ലെ, വാല്യൂകളുടെ ഈ ഒഴിച്ചുപോക്ക് തടയാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഷെയ്പ്സ് റീഡിഫൈൻഡ് ക്യാരക്ടർ ആൻഡ് പേഴ്സൺ. അപ്പോ നമ്മള് നമുക്ക് നല്ലൊരു ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടാക്കി തരുന്നു. എൻകറേജസ് റെസ്പോൺസിബിൾ ബിഹേവിയർ, ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി നിർത്തുന്നു. പ്രൊമോട്ട്സ് കോഓപ്പറേഷൻ ആൻഡ് ടീം വർക്ക്, അല്ലെ, കോഓപ്പറേഷനും മറ്റുള്ളവരായിട്ടുള്ള സഹകരണം, ടീം വർക്ക് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഹെൽപ്സ് ഹാൻഡിൽ ചലഞ്ചസ് വിത്ത് മെച്യൂരിറ്റി, മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നു. ഡിസിഷൻ മേക്കിംഗ് കോൺഫിഡൻസ്, അല്ലെ, അതായത് തീരുമാനങ്ങളൊക്കെ കോൺഫിഡൻസോടുകൂടി എടുക്കാൻ പറ്റുന്നു. സ്പ്രെഡ്സ് പോസിറ്റിവിറ്റി ഇൻ ലൈഫ്, എല്ലാവർക്കും അതായത് എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ കാണാൻ പറ്റുന്നു. എൻഹാൻസസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, അല്ലെ, അതായത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇന്റർപേഴ്സണൽ പറഞ്ഞു വെച്ചാൽ മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു റിലേഷൻഷിപ്സ് കൂട്ടുന്നു. സപ്പോർട്ട്സ് മോറൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, ഒരാളുടെ മൊറാലിറ്റി അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ് ഒക്കെ കൂടുന്നു, ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടുന്നു. എൻകറേജസ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വാല്യൂ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റിൽസ് എത്തിക്സ്, മാനേഴ്സ് ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്ക് കുറെ എത്തിക്സും അതുപോലെ തന്നെ കുറെ വാല്യൂസും കുറെ റൂൾസ്, റെഗുലേഷൻസ്, മാനേഴ്സ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാകുന്നു. ഹെൽപ്സ് ഡിസ്കവർ ലൈഫ് പർപ്പസ് ആൻഡ് ഡിറക്ഷൻ. നമുക്ക് മനസ്സിലാവുന്നു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിന്റെ ആ പർപ്പസും ലക്ഷ്യവും ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കൾട്ടിവേറ്റ്സ് എംപതി, സെൻസിറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, മറ്റുള്ളവരെ നമ്മൾ എംപത്തറ്റിക് ആയിട്ട് കാണുന്നു, സെൻസിറ്റിവിറ്റി അല്ലെ, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാൻ പറ്റുന്നു. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവും, അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേഷ്യം ഉണ്ടാവുമ്പോൾ ചില ആൾക്ക് നല്ല ദേഷ്യപ്പെടും, അതെന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത്. അത് മാനേജ് ചെയ്യാനുള്ള ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തത്. ചില ആളുകൾ പെട്ടെന്ന് കറിയുന്നു. ഓക്കെ, ലാക്ക് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. സോഴ്സസ് ഓഫ് വാല്യൂസ് ഏതൊക്കെയാണ്? വാല്യൂസ് ആർ acquired through agents of socialization, which includes family. ഏതൊക്കെയാണ് ഏജൻസ് ഓഫ് വാല്യൂസ്? വാല്യൂസ് ഉണ്ടാക്കുന്ന ഏജൻസ് ഏതൊക്കെയാണ്? ഫാമിലിന്ന് നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടുന്നുണ്ട് അല്ലെ, പണ്ട് മുതലേ നമുക്ക് പഠിക്കുന്നത്. പ്രൈമറി സോഴ്സ് ടീച്ചേഴ്സ് ഫോർ വാല്യൂസ് ലൈക്ക് ഹോണസ്റ്റി, ലവ്, സാക്രിഫൈസ്, അല്ലെ, ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ഫാമിലി നമ്മളെ ടീച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ദാറ്റ് ഈസ് സത്യസന്ധത, സ്നേഹം, സാക്രിഫൈസ്. Then children model behavior from parents and elders. Okay, അതായത് നമ്മള് മിക്കവാറും നമ്മുടെ പാരന്റ്സിനെയൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ റോൾ മോഡൽസ് ആക്കി മാറ്റുന്നത്. Then peer group, നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് സിമിലർ ഏജ് വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, കൂട്ടുകെട്ട് നന്നല്ല അല്ലെ,
കാരണം എന്താണ്, നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നല്ല രീതിയിൽ വളരും. കാരണം പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്യാരക്ടർ ഫോർമേഷൻ ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. Then promotes values like courage, cooperation and empathy. പിന്നെ ചില നല്ല കൂട്ടുകെട്ടുകളിലൂടെ നമുക്ക് കറേജ് ഉണ്ടാവുന്നു, അല്ലെ, കോപ്പറേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ സ്കൂളിലാണ് നമ്മൾ മിക്കവാറും സമയം ചെലവഴിക്കുന്നത്. ഫസ്റ്റ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യലൈസേഷൻ, അതായത് സോഷ്യലൈസേഷന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, ഒരു സ്ഥാപനമാണ് ആക്ച്വലി സ്കൂൾ എന്ന് പറയുന്നത്. ഇമ്പാക്ട്സ് വാല്യൂസ് ത്രൂ കരിക്കുലം, സ്റ്റോറീസ്, കോ കരിക്കുലം. അതുപോലെ തന്നെ കോ കരിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ നമുക്ക് വാല്യൂസ് ഇമ്പാക്ട് ചെയ്യാം. ഓക്കെ, വാല്യൂസ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്, ചില ടീച്ചേഴ്സിന് ഇന്നത്തെ കാലത്ത് അത് പറയാൻ പാടില്ല എന്നാ പറയുന്നത്. എന്തായാലും ടീച്ചേഴ്സ് ആർ റോൾ മോഡൽസ്, എസ്പെഷ്യലി ഫോർ സ്മോൾ ചിൽഡ്രൻ. പിന്നെ റിലീജിയൻ പ്രൊവൈഡ് സ്പിരിച്വൽ ആൻഡ് മോറൽ ഫ്രെയിംവർക്സ്, അല്ലെ. റിലീജിയൻ നമുക്ക് ഒരുപാട് വാല്യൂസും എത്തിക്സും ഒക്കെ പഠിപ്പിച്ചു തരുന്നു. ടീച്ചേഴ്സ് വാല്യൂസ് സച്ച് ആസ് കമ്പാഷൻ, ഫോർഗീവ്നെസ് ആൻഡ് ഡിവോഷൻ, അല്ലെ. അനുകമ്പ, പിന്നെ ഫോർഗീവ്നെസ്, ദയ, ക്ഷമിക്കാനുള്ള കഴിവ്, ഡിവോഷൻ, ഭക്തി, ഈ വാല്യൂസ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു. പിന്നെ മാസ് മീഡിയ, ടെലിവിഷനും ന്യൂസ് പേപ്പർ ആൻഡ് ദി ഇന്റർനെറ്റ്, അല്ലെ, അതെല്ലാം നമ്മുടെ വാല്യൂസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then voluntary organizations are also there. Promote values like service, charity and civic duty through active engagement. അല്ലെ, അതായത് നമ്മളെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അങ്ങനത്തെ വോളണ്ടറി ഓർഗനൈസേഷൻ ഒക്കെ നമുക്ക് സർവീസ് മൈൻഡ്, ചാരിറ്റി ഒക്കെ ഉണ്ടാക്കിപ്പോയി. NSS. പേഴ്സണൽ ഫാക്ടേഴ്സ്, പിന്നെ ചില ആളുകൾ പേഴ്സണലി തന്നെ they are creating a kind of value of themselves. Individual life experiences and reflections help from unique value systems. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറെ വാല്യൂ സിസ്റ്റംസ് ഉണ്ട്. ട്രഡീഷൻസ്, കൾച്ചർ, അല്ലെ, അതായത് ട്രഡീഷൻസ്, customs and beliefs that redefine acceptance, behavior in a society. എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യാൻ അതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ കൾച്ചർ. ലൈഫ് എക്സ്പീരിയൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരുമ്പോഴും നമ്മുടെ വാല്യൂസ് ഒക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ലേണിംഗ് ഫ്രം ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പേഴ്സണൽ എക്സ്പീരിയൻസ്, അല്ലെ. പോസിറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് വിൽ ബി ദെയർ ഇൻ എ പേഴ്സൺസ് ലൈഫ്. അതിനൊക്കെ നമ്മൾ ഒരുപാട് വാല്യൂസും പാഠങ്ങളൊക്കെ പഠിക്കുന്നു. റോൾ ഡിമാൻഡ്സ്, പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ വർക്ക്സ്, ടീച്ചർ, ലീഡർ, ഓക്കെ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ വാല്യൂസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. And the Constitution provides a legal framework for values such as equality, liberty and justice. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കുറെ വാല്യൂസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇക്വാലിറ്റി, അല്ലെ, നമ്മളെല്ലാവരും ഈക്വൽ ആണ്. ലിബർട്ടി, സ്വാതന്ത്ര്യം, ജസ്റ്റിസ്, നീതി. സോഷ്യോ കൾച്ചറൽ ട്രഡീഷൻസ്, റിലിജിയൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു റിലിജിയനും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമുക്ക് ഒരുപാട് വാല്യൂസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണത്? Society has instructions like family, marriage, religion and education. സൊസൈറ്റിയിൽ നമ്മുടെ ഒരു ആള് അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ സൊസൈറ്റി കുറെ കാര്യങ്ങൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നു, അല്ലെ. ഫാമിലി വിൽ ബി ദെയർ ഫോർ ദാറ്റ് പേഴ്സൺ, മാരേജ്, റിലിജിയൻ, എഡ്യൂക്കേഷൻ, okay, everything will be attributed or given to that person. These institutions guide how people live and behave. അപ്പൊ ഇതില് ഫാമിലിയിലും മാരേജ് ചെയ്ത് റിലിജിയനിലൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആളുകളെ ഗൈഡ് ചെയ്യാൻ ചെയ്യും. കൾച്ചറൽ ട്രഡീഷൻസ് ഷെയ്ഡ് ദ പീപ്പിൾസ് വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ്. കൾച്ചറൽ ട്രഡീഷൻസ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ കൾച്ചർ blends many races and communities. നമുക്കറിയാം ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ല, ഒരുപാട് കൾച്ചറും ഒരുപാട് കമ്മ്യൂണിറ്റീസ്, ഒരുപാട് റിലിജൻസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ സഹവർത്തിത്വത്തോടു കൂടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വാല്യൂ ഇറോഷൻ ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ കാണും. ഡിസ്പൈറ്റ് ഡിഫറൻസസ്, ഇന്ത്യ ഹാസ് കൾച്ചറൽ യൂണിറ്റി. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിലും ഒരു യൂണിറ്റി ഈസ് ദെയർ. വാല്യൂസ് ആൻഡ് പീസ്, പീസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വാല്യൂസ്. ഇന്ത്യൻ കൾച്ചർ വാല്യൂസ് ടോളറൻസ്, നോൺ വയലൻസ് ആൻഡ് ഹാർമണി. നമുക്കറിയാം ലോകം തന്നെ ഇന്ത്യയെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എടുത്ത വാല്യൂസ് ആണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ടോളറൻസ്, നോൺ വയലൻസ് ആൻഡ് ഹാർമണി. അതായത് ഗാന്ധിജി എന്ന മനുഷ്യൻ വളരെ ഫേമസ് ആണ് ലോകത്തിന്.
എന്താ പറയാ, സഹിഷ്ണുത, അഹിംസ, അല്ലെ, ഹാർമണി, സമാധാനം, ഇതെല്ലാം നമ്മളിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ കടമെടുത്തിട്ടുള്ളതാണ് ഫ്രം അവർ ലീഡേഴ്സ്. ഇറ്റ് സപ്പോസ് പീസ് ആൻഡ് അലോസ് ഇൻഡിവിജ്വൽസ് ടു എക്സ്പ്രസ് ദംസെൽവ്സ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനവും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റും. എഡ്യൂക്കേഷൻ ഹെൽപ്സ് ചിൽഡ്രൻ ലേൺ കൾച്ചറൽ വാല്യൂസ്. എഡ്യൂക്കേഷൻ നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ കൾച്ചറൽ വാല്യൂസ് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഷുഡ് ഓൾസോ റിമൂവ് ഹാർംഫുൾ ട്രഡീഷൻസ് ലൈക്ക് കാസ്റ്റ് ഏരിയസ്. ഓക്കെ, അതുപോലെ തന്നെ കാസ്റ്റിസം ഒക്കെ ഇല്ലാതെക്കാൻ എഡ്യൂക്കേഷൻ വളരെ സഹായിക്കുന്നു. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കാസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അയാൾ എഡ്യൂക്കേറ്റഡ് അല്ലാന്നേ പറയാൻ പറ്റും. ഓക്കെ, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് മസ്റ്റ് ഹാവ് ചിൽഡ്രൻ റെസ്പെക്ട് ട്രഡീഷൻസ് ആൻഡ് അതേഴ്സ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതിലൂടെ ടീച്ചേഴ്സിൽ നിന്നും മറ്റ് നമ്മുടെ പിആർ ഗ്രൂപ്പിൽ നിന്നൊക്കെ മറ്റ് ട്രഡീഷൻസിനെ റെസ്പെക്ട് ചെയ്യാനും മറ്റ് റിലിജിയൻസിനെ റെസ്പെക്ട് ചെയ്യാനും എല്ലാം പഠിക്കും. കാരണം സ്കൂളിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ അവരെ ടോളറേറ്റ് ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അവരുമായിട്ട് നല്ല രീതിയിൽ സഹവർത്തിത്വം വേണം. ഇതൊക്കെയാണ് ഈ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്ന വാല്യൂസ്. ദെൻ റിലിജിയൻ. റിലിജിയൻ ഇസ് എ മെയിൻ സോഴ്സ് ഓഫ് വാല്യൂസ് ആൻഡ് വെർച്യൂസ്. അല്ലെ, റിലിജിയൻ നമുക്കറിയാം ഒരുപാട് വാല്യൂസും വെർച്യൂസും നന്മകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ലൈഫ്. ലൈഫിന്റെ പർപ്പസ് എന്താണ്, പർപ്പസ് പറഞ്ഞു വെച്ചാൽ എന്തിനാണ് ലൈഫ് എന്നുള്ളതൊക്കെ റിലിജിയൻ നമ്മളെ പഠിപ്പിക്കും. ട്രൂ റിലിജിയൻ ഫോക്കസസ് ഓൺ ഇന്നർ സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ് റിലിജിയൻ ലക്ഷ്യമിടുന്നത്. റിലിജിയൻ ചേഞ്ചസ് സെൽഫിഷ്നെസ് ഇൻടു കെയർ ഫോർ അതേഴ്സ്. സ്വാർത്ഥതയിൽ നിന്നും മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു റിലിജിയൻ. ഗാന്ധിജി ബിലീവ്ഡ് റിലിജിയൻ ഈസ് അബൌട്ട് ലവ് ആൻഡ് ട്രൂത്ത്. റിലിജിയൻ എന്തിനെ പറ്റിയിട്ടാണ്? സ്നേഹത്തെയും ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യത്തെയും പറ്റിയിട്ടാണ്. സത്യമാണ് റിലിജിയൻ. ഓക്കെ, ഇതൊക്കെയാണ് റിലിജിയൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വാല്യൂസ് എഡ്യൂക്കേഷൻ. റിലിജിയൻ ബിൽഡ്സ് എ ഗുഡ് മോറൽ ക്യാരക്ടർ ഇൻ പീപ്പിൾ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ ആയിരിക്കാം റിലീജിയസ് ബേസ് അല്ലെങ്കിൽ റിലീജിയസ് വാല്യൂസ് നമ്മൾ കേൾക്കുന്നത്. അത് നമുക്ക് നല്ലൊരു അടിത്തറ പാകുന്നു നമ്മുടെ ജീവിതത്തിൽ. പിന്നെ നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെയാണ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുറച്ചും കൂടെ വാല്യൂസ് കിട്ടുന്നത്. ഇറ്റ് മേക്സ് പീപ്പിൾ കെയർ അബൌട്ട് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്. അല്ലെ, അതായത് നമ്മൾ ഈ റിലിജിയനിലൂടെ എന്താണ് ശരി തെറ്റ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. സെക്യുലറിസം റെസ്പെക്ട്സ് ഓൾ റിലിജിയൻസ് ഈക്വലി. സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മതനിരപേക്ഷത. ആ വാല്യൂ നമ്മൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും? നമുക്ക് എല്ലാ റിലിജിയനെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും. എല്ലാ റിലിജിയൻസും ഒന്നാണ് എന്നൊക്കെയുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകും. ടോളറൻസ് ആൻഡ് ലവ് ബ്രിങ് പീസ് ടു സൊസൈറ്റി. ടോളറൻസ്, അല്ലെ, അതായത് സഹിഷ്ണുത, അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ നമ്മുടെ സമൂഹത്തിന് സമാധാനം കൊണ്ടുവരും. റിലീജിയസ് ടീച്ചിങ്സ് ഗിവ് നോളജ് അബൌട്ട് ട്രൂത്ത് ആൻഡ് ലൈഫ്. അതുപോലെ തന്നെ റിലീജിയസ് ടീച്ചിങ്സ്, അല്ലെ, മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കുറെ നോളജ് പറഞ്ഞാൽ എന്താണ്, അറിവുകൾ, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യം, ജീവിതം എന്താണ് എന്നൊക്കെ റിലിജിയൻ നമ്മളെ പഠിപ്പിക്കുന്നു. വാല്യൂസ് ആൻഡ് പീസ് ഏതൊക്കെയാണ്? വീണ്ടും കുറച്ചും കൂടെ വാല്യൂസ് ആൻഡ് പീസിനെ പറ്റി പറയുകയാണ്. All religions promote values like truth and love. They teach hard work, honesty and kindness. അല്ലെ, നമ്മൾ നന്നായി വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ഓണസ്റ്റ് ആയിരിക്കും. ഓണസ്റ്റ് ആയിരിക്കുക ഇൻ ദ സെൻസ് നമ്മൾ സത്യസന്ധരായിരിക്കണം. അതേസമയം നമ്മൾ കൈൻഡ്ഫുള്ളും ആയിരിക്കും. വാല്യൂസ് ഹെൽപ് പീപ്പിൾ ലിവ് ഇൻ പീസ് ആൻഡ് ഹാർമണി. അതായത് നമ്മളെ സമാധാനപ്രിയരും ഒക്കെ ആക്കി മാറ്റുന്നു എന്ത്? വാല്യൂസ്. അങ്ങനെ വാല്യൂസ് ഉണ്ടെങ്കിൽ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സമാധാനം നമ്മുടെ കയ്യിലേക്ക് വരിച്ചു. റിലിജിയൻസ് വർക്ക് ടുഗദർ ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം. റിലിജിയൻസ് എന്താണ്? ജസ്റ്റിസും ഫ്രീഡം ഒക്കെ നമുക്ക്, ഫ്രീഡം പറഞ്ഞു വെച്ചാൽ എന്താണ്? സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് ഫ്രീഡം, എന്താണ് ജസ്റ്റിസ്. ഓക്കെ, റിലിജിയസ് values connect human to each other and the world. അതായത് മനുഷ്യന്മാർ പരസ്പരവും ലോകവുമായിട്ടുള്ള ഒരു കണക്ഷൻ റിലീജിയസ് വാല്യൂസ് നമുക്ക് കൊണ്ടുവരും. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കുറച്ച് വാല്യൂസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയാണത്? ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഓൺ August 15, 1947 എന്നറിയുന്ന കാര്യമാണ്.
The Constitution took effect on January 26th, 1950. അത് പഠിപ്പിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ്. ഡെമോക്രസി, അല്ലെ, ജനാധിപത്യം, സോഷ്യലിസം, സെക്യുലാറിസം, പറഞ്ഞ മതനിരപേക്ഷത. Preamble declares India a sovereign democratic republic. അതായത് പ്രിയാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖം പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് എ സോവറിൻ, പരമാധികാരമുള്ള ജനാധിപത്യമുള്ള ഒരു റിപ്പബ്ലിക് ആയിട്ടാണ്, അതായത് സ്വയം അധികാരമുള്ള ഒരു രാജ്യം. aims to secure justice and liberty for all citizens. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ എന്തുണ്ട്? നീതിയും സ്വാതന്ത്ര്യവും ഉണ്ട്. Constitutional values, principles, democracy, freedom, equality and tolerance. അല്ലെ? അപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമുക്കെല്ലാം ഫ്രീഡം ഉണ്ട്, നമ്മളെല്ലാം ഈക്വലാണ്, നമ്മളെല്ലാം ക്ഷമയുള്ളവരായിട്ട് മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ നോക്കിക്കാണാം. റിലീജിയസ് ടോളറൻസ് ആവാം, കാസ്റ്റ് ടോളറൻസ് ആവാം, ക്ലാസ് ആവാം. അതായത് നമ്മളാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കാൻ പാടില്ല. സോഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാവരും സമന്മാരാണ്. ഇൻ ദ കേസ് ഓഫ് വെൽത്ത്, ദാറ്റ് ഈസ് സോഷ്യലിസം. എല്ലാവർക്കും വെൽത്തിന്റെ കാര്യത്തിൽ, വെൽത്ത് പറഞ്ഞാൽ എന്താണ്? സമ്പത്തിന്റെ കാര്യത്തിലും അവസരങ്ങളുടെ കാര്യത്തിലും എല്ലാവരും ഈക്വലാണ്. ദെൻ സെക്യുലാറിസം, മതനിരപേക്ഷത. റെസ്പെക്ട് ആൻഡ് ഫ്രീഡം ഫോർ ഓൾ റിലീജിയൻസ്, അല്ലെ? എല്ലാ റിലീജിയൻസിനെയും നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ എല്ലാ റിലീജിയൻസിനും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അത് നമ്മൾ ബഹുമാനിക്കണം. സയന്റിഫിക് ടെമ്പർ, എൻകറേജ് റേഷണൽ തിങ്കിങ്, അല്ലെ? എന്താണ് സയന്റിഫിക് ടെമ്പർ പറഞ്ഞു വെച്ചാൽ നമ്മള് റീസൺ ഉപയോഗിച്ചിട്ട്, ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുന്നു. റെസ്പെക്ട് ഫോർ അതേഴ്സ്, വ്യൂസ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അല്ലെ? മറ്റുള്ളവരെ നമ്മൾ എന്താണ്? ബഹുമാനിക്കുന്നു. അതുപോലെ തന്നെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുമായിട്ട് വളരെ സമാധാനത്തോടു കൂടെ ജീവിച്ചു പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. സമാധാനത്തിന് വേണ്ടി കുറച്ച് സൈക്കൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മൂക്കിന്റെ തുമ്പ് വരെയുള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? പ്രൊമോട്ട് ഹാർമണി ബിയോണ്ട് റിലീജിയസ് ആൻഡ് റീജിയണൽ ലൈഫ്സ്, അല്ലെ? അതായത് റിലീജിയസ്, പരസ്പരം പല റിലീജിയനുകളും തമ്മിലുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. മൗലികമായിട്ടുള്ള അവകാശമുണ്ട്, മൗലികമായിട്ടുള്ള കടമകളുണ്ട്. ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഈ റിലീജിയനും അതുപോലെ റീജിയണൽ ലൈഫ്സ്, പ്രാദേശികത്വത്തെ ഇല്ലാതെയാണ്. അതായത് നമ്മള് ഹിന്ദുവാണ് അല്ലെങ്കിൽ നമ്മൾ മലയാളിയാണ് എന്നല്ല പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. റിജക്ട് പ്രാക്ടീസസ് ദാറ്റ് ഹേർട്ട് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. അതായത് സ്ത്രീകളുടെ ഡിഗ്നിറ്റി ഇല്ലാതെയാക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡെവലപ്പ് എ സയന്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. സയൻസ് ആണ് നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ആക്കുന്നത്, അതുകൊണ്ട് തന്നെ സയന്റിഫിക് ടെമ്പർ നമ്മൾ എൻകറേജ് ചെയ്യണം. പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് അവർ നാച്ചുറൽ എൻവയറൺമെന്റ്. നമ്മുടെ നേച്ചുറൽ എൻവയറൺമെന്റ്, പ്രകൃതിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യണം. സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ എവറി ആക്ടിവിറ്റി. എല്ലാ ആക്ടിവിറ്റിയിലും എന്താണ്? നമ്മൾ നല്ലത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. 4 pillars ഓഫ് ഡെമോക്രസി എന്തൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. ജസ്റ്റിസ് പറഞ്ഞ എന്താണ്? നീതി, അല്ലെ? സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫെയർനെസ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. ലിബർട്ടി പറഞ്ഞാൽ എന്താണ്? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം. ആരാധിക്കാനും നമ്മുടെ എക്സ്പ്രസ് ചെയ്യാനും ചിന്തിക്കാനും വിശ്വസിക്കാനും, അല്ലെ? റിലീജിയൻ, ഏത് റിലീജിയൻ വേണം നമുക്ക് സെലക്ട് ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ എവിടെ എന്തിനെ ആരാധിക്കുന്നത്. ഇക്വാലിറ്റി പറഞ്ഞാൽ എന്താണ്? ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവ്രിവൺ. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ഉണ്ടായിരിക്കും. ഫ്രെറ്റേണിറ്റി പറഞ്ഞു വെച്ചാൽ സഹോദര്യം, അല്ലെ? യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ബ്രദർഹുഡ് എന്ന സിറ്റിസൺസ്. ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ഈസ് ഓൾവേസ് അപ്ഹെൽഡ്. ഒരു പൗരന്റെ ഡിഗ്നിറ്റി, അല്ലെ? പൗരന്റെ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും അല്ലെങ്കിൽ അയാളുടെ ഒരു കഴിവ്,
അതാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത് ത്രൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ. റൈറ്റ് ടു ഇക്വാളിറ്റി. ഓക്കെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് സംസാരിക്കാനും നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ന്യൂ ചൈൽഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്. അല്ലെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് ടു ഫ്രീഡം ഫോർ റിലീജിയൻ. നമുക്ക് ഓരോ ഇവിടെ എത്ര റിലീജിയൻസ് ഉണ്ടോ അവർക്കൊക്കെ ഇവിടെ ഈക്വൽ റൈറ്റ് ഉണ്ട്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഫോർ മൈനോറിറ്റീസ്. ചില മൈനർ റിലീജിയൻ, മൈനർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറലി അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. Then directive principles of state policy. ഈ സ്റ്റേറ്റ് പോളിസി കുറെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ്. എയിം ടു എസ്റ്റാബ്ലിഷ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി. സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള ഒരു ഡെമോക്രസി കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവരുന്നത്. പ്രൊമോട്ട് വെൽഫെയർ സ്കീംസ് ഫോർ പുവർ ആൻഡ് നീഡി. നമ്മുടെ സംവരണങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ്. അതായത് താഴെ കിടയുന്ന ആൾക്കാരെ ഉയർത്താൻ പറ്റും. പാവപ്പെട്ടവർക്കും ആവശ്യമുള്ള ആളുകൾക്കും ഒക്കെ കൂടുതൽ വെൽഫെയർ, അവരെ ഉന്നമനം, അല്ലെ, അവരെ നന്നാക്കുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അക്രോസ് ജെൻഡേഴ്സ്, അല്ലെ, അതായത് പുരുഷനും സ്ത്രീയും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരേ വേതനം കൊടുക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയറൺമെന്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അല്ലെ, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാല് വനം, ഓക്കെ, ഫോറസ്റ്റ്, അതിനെ സംരക്ഷിക്കുക. കാരണം അതിൽ കുറെ ജീവികളുണ്ട്, അവരും ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവകാശികളാണ്. പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു എൻഷുർ ജസ്റ്റിസ് ഫോർ ഓൾ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കോടതികളിലൊക്കെ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടും. അതായത് നമുക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വക്കീല് വാങ്ങും. അപ്പൊ അതെന്തിനാണ്? ജസ്റ്റിസ് ഫോർ ഓൾ, പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷന് കുറെ പ്രൊവിഷൻസ് ഉണ്ട്, കുറെ ഭാഗങ്ങളുണ്ട്. ഇക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ബിഫോർ ദ ലോ. എല്ലാ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്. ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭാഗീയതയില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് എക്സ്പ്രഷൻ. വിശ്വസിക്കാനും അതുപോലെ തന്നെ മതാചാരങ്ങൾക്കും എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള ഫ്രീഡം. പ്രൊമോഷൻ ഓഫ് ഫണ്ടമെന്റൽ വാല്യൂസ് ഇൻ സൊസൈറ്റി. അതായത് നമ്മൾ കുറെ ഫണ്ടമെന്റൽ വാല്യൂസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിച്ചു. ഇതും പെർഫോം ചെയ്യാനുള്ള ഒരു അവകാശം. ജസ്റ്റിസ് ആൻഡ് ലിബർട്ടി ഗ്യാരണ്ടീഡ് ഇൻ എവറി സ്ഫിയർ. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ജസ്റ്റിസും നീതിയും സ്വാതന്ത്ര്യവും എല്ലാം ഉറപ്പു നൽകുന്നു. വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം. സ്കൂൾ കരിക്കുലത്തിൽ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ട്. എന്തിനൊക്കെയാണത്? ബിൽഡ്സ് സ്ട്രോങ് ക്യാരക്ടർ ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. ചെറുപ്പം മുതലേ കുട്ടികളിൽ നല്ല സ്ട്രോങ് ക്യാരക്ടർ അതുപോലെ തന്നെ നല്ല ശീലങ്ങളൊക്കെ വളർത്താൻ വേണ്ടി. ടീച്ചർ സ്റ്റുഡൻസ് ടു മേക്ക് റൈറ്റ് ഡിസിഷൻസ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഡിസിഷൻസ് എടുക്കാൻ പ്രാപ്തിയുള്ളവരാക്കുന്നു. ഇന്റഗ്രേറ്റ്സ് വാല്യൂസ് ഇൻ ടു എവറി ലെസൺ ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് എല്ലാ ലെസണും ആക്ടിവിറ്റീസിനും ഒക്കെ എന്താണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു നല്ല സിറ്റിസൺ ആയിട്ട് കുട്ടികൾ വളരുന്നത്. കമ്പൈൻസ് ഹോം ആൻഡ് സ്കൂൾ എഫേർട്സ് ഫോർ ലേണിംഗ്. സ്കൂളിനെയും അതുപോലെ തന്നെ വീടും, സ്കൂളിലും വീട്ടിലും ഒക്കെയാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സ്കൂളും വീടും ഒരുപോലെ തന്നെ വാല്യൂ ഉണ്ടാക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. യൂസ് സ്റ്റോറീസ്, ഡ്രാമ ആൻഡ് ഗെയിംസ് ടു ടീച്ച് വാല്യൂസ്. അല്ലെ, മോറൽ സ്റ്റോറീസ് ഒക്കെ എന്തായിരിക്കും. അതുപോലെ തന്നെ ഈസോപ്പ് ഫേബിൾസ്, പഞ്ചതന്ത്ര കഥകൾ, ഇതിലൂടെ അങ്ങനെ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളിൽ വാല്യൂ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഡെവലപ്സ് സ്റ്റുഡന്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മെച്യൂരിറ്റി. സ്റ്റുഡൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങളും അതുപോലെ മെച്യൂരിറ്റി പറഞ്ഞാൽ എന്താണ്? ഒരു മെച്യൂർഡ് ആവാം, അതായത് പക്വതയൊക്കെ വരുത്താനായിട്ട് സഹായിക്കുന്നത്. ഇംപ്രൂവ്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അതായത് ഡിസിഷൻ മേക്കിംഗ്,
തീരുമാനങ്ങൾ എടുക്കാനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഉള്ള ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു. പോസിറ്റീവ് കോപ്പറേഷൻ, ടീം വർക്ക് ആൻഡ് റെസ്പെക്ട് അല്ലെ, മറ്റുള്ളവരായിട്ട് സഹകരിക്കാം. ടീം വർക്ക് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഒരു ടീമായി വർക്ക് ചെയ്യാൻ കുട്ടികളുമായിട്ട് ഇടപഴകാനും അതുപോലെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാക്കുന്നു. strengthens the bond between students and teachers. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലെ, ആ കണക്ഷൻ സ്ട്രോങ് ആക്കുന്നു. കൾട്ടിവേറ്റ്സ് എംപതി, കൈൻഡ്നസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ, എംപതിയും കൈൻഡ്നസും ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളെ. അപ്പോ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്കൂളിൽ എങ്ങനെയാണ്, സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വാല്യൂസ് ആർ എസെൻഷ്യൽ ഫോർ എ ബാലൻസ്ഡ് ലൈഫ്. ഒരു ലൈഫിൽ ബാലൻസ്ഡ് ലൈഫിൽ വാല്യൂ വളരെയധികം അത്യാവശ്യമാണ്. അതർവൈസ് വി ആർ നോട്ട് പീസ് അറ്റ് ഓൾ, വി കനോട്ട് എക്സ്പീരിയൻസ് എനി പീസ് അറ്റ് ഓൾ. എഡ്യൂക്കേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ക്യാരക്ടർ ബിൽഡിംഗ്. ക്യാരക്ടർ ബിൽഡിംഗും എഡ്യൂക്കേഷന്റെ ഒരു പാർട്ടാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗൈഡ്സ് അവർ വാല്യൂ എഡ്യൂക്കേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷൻ ഗൈഡ് ചെയ്യുന്നത്. വാല്യൂസ് എങ്ങനത്തെ വാല്യൂസ് ആണ് എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. സ്കൂൾസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് ഫ്യൂച്ചർ സിറ്റിസൺസ്. നമുക്കറിയാം സ്കൂളുകള് സിറ്റിസൺസിനെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ സ്കൂളിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ മേക്സ് സൊസൈറ്റി സ്ട്രോങ് ആൻഡ് കൈൻഡർ. വാല്യൂ എഡ്യൂക്കേഷനിലൂടെ സൊസൈറ്റി കൂടുതൽ സ്ട്രോങ്ങും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആവുന്നു, കൈൻഡ്നസ് ഉണ്ടാവുന്നു, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നന്മ കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നു. ദിസ് ടൈപ്പ് വാല്യൂ എഡ്യൂക്കേഷൻ. Okay, hope you have understood. Thank you for listening. Okay, Vyas, then we have to conclude our class. എല്ലാ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലിയോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ സിറ്റിംഗ്.